വചനം പഠിക്കുന്നവർ. അപ്പോൾ നോക്കിയേ, വചനം പഠിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മോട് പറയുന്നൊരു ആഹ്വാനമാണ്. വചനം നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് എന്ത് ചെയ്യുന്നു, മനുഷ്യൻ തെറ്റിപ്പോകാനായിട്ട് കാരണമാകുന്നു, അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടാകുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ, ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപരമായി പഠിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറയുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വചനം പഠിക്കുക എന്നുള്ളതാണ്. എഴുതുന്നവർ എഴുതി വെച്ചോളുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു വചനം പഠിക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പഠിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യപ്പെട്ട, ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണല്ലോ. കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് ആവശ്യപ്പെടുന്ന ഒരാവശ്യമാണ്, കർത്താവേ, ഗുരു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ന്യായമായിട്ട് നമുക്ക് ഒരു സംശയം വരാം, പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കണമോ, അത് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. എന്തായാലും പഠിക്കണമെന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമായതുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ആ കാര്യം ചോദിച്ചത്, കർത്താവിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. കാരണം നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതൊന്നും പലപ്പോഴും നമുക്കറിയാറില്ല. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചു പോകുകയാണ്. നമ്മൾ 1 പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ കാണുന്നുണ്ട്, സകലത്തിൻ്റെയും അവസാനം, അല്ലെങ്കിൽ സകലതും സമാപിച്ചിരിക്കുകയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നിർമ്മതരായിരിക്കുക, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക. അപ്പോൾ നോക്കിയേ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. സകലത്തിൻ്റെയും അവസാനം വന്നെത്തിയിരിക്കുക, സകലത്തിൻ്റെയും സമാപനം കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മളെല്ലാം വന്ന് തലയിൽ കയറിയിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കാമെന്നല്ല വിചാരിക്കേണ്ടത്. ഈ കാലഘട്ടം നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. പ്രാർത്ഥിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കറിയാം, കർത്താവിൻ്റെയൊക്കെ ചില വാക്കുകൾ നിങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കണം. ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ ആത്മീകമായൊരു വീക്ഷണം ഉള്ളിലേക്ക് കയറി വരുന്നത് കൊണ്ട് പറയാം. കർത്താവ് പറഞ്ഞൊരു വാക്കില്ലേ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന് 34-35 വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും കുഴങ്ങിയിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വന്ന് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അപ്പോൾ നോക്കിയേ, അത് കർത്താവ് ഒരു ദീർഘവീക്ഷണത്തോടെയാണ് പറയുന്നത്. ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടല്ല പറയുന്നത്. ആ ദിവസം എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ അനർത്ഥത്തിൻ്റെ, എന്തൊക്കെയോ പ്രതിസന്ധിയുടെ, എന്തൊക്കെയോ പ്രതികൂലത്തിൻ്റെ ദിവസങ്ങൾ ദീർഘവീക്ഷണമുള്ള കർത്താവ് മുന്നിൽ കാണുന്നുണ്ട്. അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ, അത് നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിഷയം വന്ന് തലയിൽ കയറി നമ്മളെ തലയെ ചുറ്റി പിടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുകയല്ല. പ്രാർത്ഥന ഒരു ഡിപ്പോസിറ്റ് പോലെയാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം കിട്ടുമ്പോൾ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ, എപ്പോഴെങ്കിലും 24 മണിക്കൂറേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും നമ്മൾ സാധാരണക്കാരായി നമ്മൾക്കൊക്കെ 24 മണിക്കൂറേ ദൈവം തന്നിട്ടുള്ളൂ. ഈ 24 മണിക്കൂറിനകത്ത് നിന്ന് വേണം നമുക്ക് കുടുംബജീവിതം നയിക്കാൻ, നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ, ജോലിക്ക് പോകാൻ, എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവവചനം പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, ആരാധനയ്ക്കും, ഇതിനെല്ലാത്തിനും ഇതിനിടയിൽ നിന്ന് സമയം കണ്ടെത്തണം. അപ്പോൾ നോക്കണം, നമ്മൾ സമയത്തെ എന്ത് ചെയ്യണം, ശരിക്കും റെഡിയും ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടേതിന് വേണ്ടി ഒരല്പം, നമുക്കറിയാമല്ലോ, നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരല്പ
ഒരല്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചൊരല്പം നമ്മൾ ചരതിച്ച് വെച്ച് ഒരു ചിട്ടി കൂടുകയോ ഒരു സേവിങ് അക്കൗണ്ട് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൈഫ് ഇൻഷുറൻസ് പോലെയുള്ള സംവിധാനത്തിലൊക്കെ നമ്മൾ ഡിപ്പോസിറ്റ് പതിവില്ലേ? എന്തിനാ അതങ്ങനെ ചെയ്യുന്നത്? കിട്ടുന്ന കാശ് ഇന്ന് തന്നെ തീർത്ത് എങ്ങനെയെങ്കിലുമൊക്കെ തീർത്തിട്ട് കിടന്നുറങ്ങുന്ന രീതിയല്ല. നമ്മളൊരു മനുഷ്യൻ സുബോധമുള്ളവനായതുകൊണ്ട് നാളെയെക്കുറിച്ചൊരു ബോധം നമ്മുടെ അകത്ത് കിടക്കുന്നതുകൊണ്ട്, നാളെ നമുക്കുള്ളതല്ല എങ്കിലും നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ സംഭവങ്ങളെ നമ്മളൊരു കരുതൽ പോലെ മാറ്റി വയ്ക്കുക ഒരു പതിവുണ്ട്. എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയെ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് കാണണം. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയങ്ങളെ ചെലവഴിച്ച് പ്രാർത്ഥിക്കാൻ, അതിന് പ്രത്യേകിച്ച് ചിലപ്പോൾ ആവശ്യമൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല, ഒരു പ്രത്യേക ആവശ്യം മുമ്പിൽ വന്ന് പെട്ടെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബന്ധം ദൃഢപ്പെടുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് സമയങ്ങളെ ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നു ഭവിച്ചേക്കാമാകുന്ന പലതിനെയും സ്വർഗസ്ഥനായ ദൈവം വഴിതിരിച്ചു വിടും എന്നാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഒരു ആത്മനിയോഗത്തോടെ പറയാം. ഒരു ബൈബിൾ ക്ലാസ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരു ആത്മനിയോഗം ഇതിനകത്ത് വെളിപ്പെടുന്നതുകൊണ്ട് പറയാം. പ്രാർത്ഥനയെ ചെറുതായിട്ട് കാണരുത്, പ്രാർത്ഥനയുടെ സമയത്തെ ചെറുതായിട്ട് കാണരുത്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പ്രൈവറ്റ് ടൈമിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ സമയം മറ്റു പലതിൽ നിന്ന് വെട്ടിക്കുറച്ച് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ, അല്ല കഴിയുമെങ്കിൽ 1 മണിക്കൂർ ദൈവത്തിന്റെ പാദപീഠത്തിൽ വേറിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് സമയം ചെലവഴിച്ചാൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയാ, നമ്മുടെ ജീവിതത്തിനകത്ത് അനാവശ്യമായത്, ആവശ്യമില്ലാത്തത്, വഴിയെ പോകുന്നതെല്ലാം നമ്മുടെ കുടുംബത്തിൽ കയറി വരാ സ്വർഗം സമ്മതിക്കുകയില്ല. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സംഭവിക്കാനിരിക്കുന്നതൊക്കെ ഒഴിഞ്ഞു പോകുവാനും നിങ്ങൾ ദൈവപുത്രന്റെ മുമ്പിൽ, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും. 2 കാര്യമാണ് അവിടെ പറയുന്നത്. സംഭവിക്കാനിരിക്കുക, ഞാൻ പറയുന്നു ആ വാക്കിനകത്തൊരു പ്രവചന ധ്വനിയുണ്ട്, ഒരു ഭാവികാല വീക്ഷണമുണ്ട്. നമ്മൾ ഏതൊരു വാക്യമെടുത്താലും, ഏതൊരു വാക്യത്തെ വേദപുസ്തകത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ എടുത്താലും അതിൻ്റെ പുറകിൽ അതിനൊരു അക്ഷരീകമായ അർത്ഥമുണ്ട്, ഒരക്ഷരീകമായ വ്യാഖ്യാനമുണ്ട്. അതൊരു മഹോദ്രവം എന്ന് പറയുന്ന യഹൂദനെ കുത്തിയവങ്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ, മശിഹായിലേക്ക് മടക്കി വരുത്താൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കർത്താവ് ആ വാക്ക് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ടവരെ, ദൈവജനത്തെ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു ഭവിച്ചേക്കാമായിരുന്ന ആകുന്ന പല സംഭവങ്ങളുമുണ്ട്. അത് അനർത്ഥങ്ങളാകാം, നഷ്ടങ്ങളാകാം, അകാരണമായ വേദനകളാകാം, ദൈവം അനുവദിക്കാതെ ദുഷ്ടൻ നമ്മളെ കഷ്ടപ്പെടുത്താൻ, പീഡിപ്പിക്കാൻ, മനോവേദനയിൽ തള്ളിയിടാൻ വേണ്ടി ഒരുക്കുന്ന തന്ത്രങ്ങളോ വലകളോ കെണികളോ ഒക്കെയാകാം. അതൊക്കെ നമ്മൾ ഒഴിഞ്ഞു പോകാൻ, നമ്മുടെ തലമുറ ഒഴിഞ്ഞു പോകാൻ, അതിനകത്ത് നമ്മുടെ കുടുംബം പെടാതിരിക്കാൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം ഒരു ഉപാധി പറഞ്ഞു തരികയാ. പ്രാർത്ഥനയാലും ജാഗരണത്താലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ പ്രാർത്ഥനയെ കാണുമെങ്കിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പറയാം, അകാരണമായതൊന്നും നമ്മിൽ വന്ന് കയറുകയില്ല. അപ്പം നമ്മൾ ഈ പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യത്തിലേക്ക് വന്നപ്പോഴാണ് ആത്മാവ് നമ്മളെ അങ്ങനെ നയിച്ചത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് അപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യത്തെക്കുറിച്ച്, അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിവുള്ളതാകണം. പ്രാർത്ഥനയ്ക്കൊരു സീസൺ ഇല്ല. പ്രാർത്ഥനയ്ക്കൊരു സീസൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നാൽ അകാരണമായ നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരും. ചില പ്രശ്നം വന്നാലേ പ്രാർത്ഥിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ദൈവം വരുത്തും, അതിനിട കൊടുക്കരുത്, അത് നമുക്ക് നഷ്ടമുണ്ടാക്കും. എന്നാൽ അകാരണമായത് വഴി തിരിച്ചുവിടാൻ ദൈവത്തെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ് ആ വാക്യത്തിൽ മനസ്സിലാക്കുക. 2, പ്രാർത്ഥനയുടെ വിഷയത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. എന്താണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? ഈ സമയത്ത് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? 143-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് പ്രാർത്ഥിക്കേണ്ട 7 പ്രാർത്ഥനകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റെപ്പോഴെങ്കിലും അവസരത്തിൽ നമുക്കൊരു ഉണർവ് യോഗത്തിനകത്ത് അത് പ്രസംഗിക്കാം. ഒരു ഉണർവ് യോഗത്തിൽ പ്രസംഗിക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അതുകൊണ്ട് ബൈബിൾ ക്ലാസ്സിൽ അതിലേക്ക് എടുക്കാൻ ഞാൻ ശരണപ്പെടുന്നില്ല. എങ്കിലും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു ഹോംവർക്കിന് വേണ്ടി വിടുകയാണ്. 143-ാം സങ്കീർത്തനത്തിനകത്ത് കുറച്ച് ഒരു 8-15 വാക്യങ്ങൾ അതിനകത്തുള്ളൂ. നിങ്ങൾ നോക്കുക.
ഒന്നോ രണ്ടോ പ്രാവശ്യം ഇന്ന് രാത്രി, ഇപ്പോൾ വായിക്കരുത് പ്ലീസ്, ഇപ്പോൾ വായിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതൊന്ന് എടുത്തിട്ട് വായിച്ചിട്ട് ഒരു ചുമന്ന മഷിയുടെ പേന കൊണ്ട് അതിനകത്തുള്ള പ്രാർത്ഥനകളെ ഒന്ന് അടിവരയിടണം. അപ്പോൾ നിങ്ങൾക്കൊരു 7 പ്രാർത്ഥന കിട്ടും. ഈ 7 പ്രാർത്ഥനകൾ അത് ലൈഫ് ലോങ് പ്രാർത്ഥനയാണ്. നമുക്ക് ഈ പ്രാർത്ഥന 2 വിധമുണ്ട്. ഒന്ന് സീസണൽ പ്രയറും ഉണ്ട്, 2 ലൈഫ് ലോങ് പ്രയറും ഉണ്ട്. ഇപ്പോൾ സീസണൽ പ്രയർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതിൻ്റെ അനന്തര നടപടികൾ, അവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ പ്രാർത്ഥനകളുടെ സീസൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കൊച്ചിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അഡ്മിഷൻ കിട്ടിയാൽ പിന്നെ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അവൻ പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ജയിച്ചാൽ പിന്നെ അതിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അപ്പോൾ നോക്കി, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയാൽ പിന്നെ അതിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അപ്പം നമ്മുടെ ജീവിതത്തിൽ സീസണൽ പ്രയറുകളുണ്ട്. ചില സീസണിൽ മാത്രം പ്രാർത്ഥിക്കാനുള്ള ചില വിഷയങ്ങൾ. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നിന്റെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ, നിന്റെ ആത്മാവെന്നെ നേർനിലത്തിൽ നടത്തുമാർ ആകണമേ, നിന്റെ ന്യായവിസ്താരത്തിൽ എന്നെ കടത്തരുതേ എന്നൊക്കെ പറഞ്ഞ് ദാവീദ് പ്രാർത്ഥിക്കുന്ന 7 പ്രാർത്ഥനയുണ്ട്. 2-3 ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഒരു ഉത്സാഹം കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു 7 പ്രാർത്ഥന അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥന പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് നമുക്ക് ആ കാര്യത്തിൽ തുണ നിൽക്കുന്നു എന്ന് പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 6-25-26 വാക്യങ്ങൾക്കകത്ത് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. എന്താ നമ്മുടെ ബലഹീനത? വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കുക. വേണ്ടതെന്താ, വേണ്ടാത്തതെന്താ എന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ചോദിക്കാറില്ല, പപ്പ എനിക്കൊരു ബൈക്ക് മേടിച്ച് തരാമോ? മേടിച്ചു കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് ആസ്തി ഉണ്ടെങ്കിലും മേടിച്ചു കൊടുക്കുന്നില്ല. കാരണം എന്താ? ഇപ്പം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മേടിച്ചു കൊടുത്താൽ ഗുണത്തെക്കാളേറെ അപകടം അതിനകത്തുണ്ടാക്കും എന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പല കാര്യങ്ങളിങ്ങനെ പറയുക. പലതും ദൈവത്തിൻ്റെ ആത്മാവ് പെൻഡിങ് വെച്ചിരിക്കുക. എന്താ കാരണം? ഇപ്പം അത് കൊടുക്കരുത് ദൈവമേ. കാരണം എന്താ? കൊടുത്താൽ അത് സൂക്ഷിക്കാനുള്ള കരുത്തില്ല അവർക്ക്. അത് സൂക്ഷിച്ചവർക്ക് ആത്മീക ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ അവർക്ക് പ്രാപ്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിന് കുറേ കൂടി അവൻ ആത്മീകത്തിൽ പക്വതയാകട്ടെ, കുറേ കൂടി അവൻ ആത്മീകത്തിനകത്ത് നിലനിൽക്കട്ടെ, അതിന് ശേഷം കൊടുക്കാം എന്ന് പറയുന്ന ഒരാത്മാവിൻ്റെ പക്ഷപാതം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുകയെ, ഇങ്ങനെയൊന്ന് പറഞ്ഞ് ശീലിക്കാൻ പറ്റുമോ? ദൈവമേ, ഞാൻ ചോദിച്ച പല കാര്യങ്ങളും എനിക്ക് തരാഞ്ഞതിനായി സ്തോത്രമെന്ന്. ഇതിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എന്നാലും കാരണം ദൈവം നമ്മുടെ താൽക്കാലികത മാത്രം നോക്കുന്നവനല്ല, നമ്മുടെ നിത്യത കൂടി ലക്ഷ്യം വെക്കുന്നവനാ ദൈവം. നമുക്കൊരു കാര്യം തന്നാൽ നാം നിത്യതയിൽ കാണണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. കാരണം ദൈവം വില മുടക്കിയത് നമുക്ക് ഈ ഭൂമിയിൽ 70-80 കൊല്ലത്തേക്ക് വേണ്ടി മാത്രമല്ല. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച് തന്നത് 70 കൊല്ലത്തെ ജീവിതം സമത്വ സുന്ദരമാക്കി എടുക്കാൻ വേണ്ടിയല്ല. ഇത് വേഗം തീരും. 70-80 എന്നുള്ളത് വേഗം തീരും. പക്ഷേ നമുക്ക് നീണ്ടു പരന്ന് കിടക്കുന്ന അനന്തവിഹായസിലെ ഒരു നിത്യജീവിതമുണ്ട്. ആ ജീവിതം ദൈവത്തോടു കൂടെ ചെലവഴിക്കണം. അതാ പുത്രനെ ഈ ഭൂമിയിലേക്ക് പരമയാഗമാക്കാൻ വേണ്ടി കാരുണ്യവാനായിരിക്കുന്ന പിതാവ് ഏൽപ്പിച്ചു തന്നത്. അപ്പം അത് നാം തിരിച്ചറിയണം. അപ്പം അതിനൊരു കോട്ടം വരുന്ന കാര്യമാണെങ്കിൽ തമ്പുരാൻ അത് തരത്തില്ല. തമ്പുരാൻ അതിന് പെൻഡിങ് വെക്കും. പല കാര്യങ്ങളും ദൈവം ബ്ലോക്ക് ചെയ്ത് വെക്കും. നമുക്ക് തരാൻ ദൈവത്തിന് പറ്റാത്തത് കൊണ്ടല്ല, പക്ഷേ ഇപ്പോൾ അത് തന്നാൽ നമ്മുടെ ജീവിതം അപകടത്തിലാകും. ചിലപ്പോൾ നമ്മൾ നെകളിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ അതുകൊണ്ട് അനുഭവത്തിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ദൈവമേ, ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾ തരാത്തതിനായി സ്തോത്രം എന്നും കൂടി പറയണം. തന്നതിന് സ്തോത്രം പറയുന്നതിനൊപ്പം തന്നെ ദൈവമേ, എൻ്റെ ശരിക്കും ഉള്ളറിയുന്നവൻ ദൈവമാണല്ലോ. നമ്മുടെ യഥാർത്ഥ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് അറിയുന്നത് ആരാ? ദൈവം തമ്പുരാനാണ്. നമ്മളിങ്ങനെ വലിയ സംഭവം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ കപ്പാസിറ്റി എത്ര? കാരണം ഈ പത്രോസ് വന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, കർത്താവേ, നിന്നോടുകൂടെ മരിപ്പാനും തടവിലാകാനും ഒക്കെ ഞാൻ ഒരുങ്ങിയിരിക്കുകയെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, കോതമ്പ് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റാൻ സാത്താൻ പലവട്ടം അനുവാദം ചോദിച്ചതാണ്. എനിക്ക് പേടിയായിട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലെന്നുള്ളതല്ല, അവിടെ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് കർത്താവ് പറയുക, പത്രോസിനോട്, നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? പത്രോസ്, നീ വലിയ സംഭവമാണെന്നൊക്കെ നിനക്ക് തോന്നുന്നെങ്കിലും നീ എന്താണെന്നുള്ളത് എനിക്കറിയാം. നീ അത് അംഗീകരിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വശം. പക്ഷേ
നീ വെറും സീറോയാണെന്നുള്ളവർ എനിക്കറിയാം. നീ ഈ പറയുന്ന വാക്കിനകത്ത് ഉള്ളിലൊന്നുമില്ല, അത് വെറും പൊള്ളയാണെന്നുള്ളവർ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ നിന്റെ അഡ്രസ്സ് പോലും കാണത്തില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ദുർബലത എത്രയുണ്ടെന്ന് നമ്മുടെ ദൈവത്തിനറിയാം. പല കാര്യങ്ങളും ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വർഗം നമ്മളെ തടുത്തു പിടിച്ച് ഇന്നയോളം ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് മറച്ചു പിടിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്ത് പൊതിഞ്ഞു പിടിച്ച് നമ്മളെ ഇവിടെ വരെ നടത്തിക്കൊണ്ട് വന്നത് നമ്മുടെ സ്തോത്രത്തിൻ്റെ വലിപ്പം കൊണ്ടൊന്നുമല്ല, നമ്മുടെ ആത്മീയതയുടെ മുഴുപ്പ് കൊണ്ടുമല്ല. തമ്പുരാനറിയാം നമ്മൾ ദുർബലരാണെന്ന്, നമ്മൾ പോരായ്മയുള്ളവരാണ്, നമ്മൾ കുറവുള്ളവരാണെന്ന് അറിയുന്ന ഒരു പിതാവ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നാം പൊടിയെന്ന് ഓർക്കുന്ന ഒരു സൃഷ്ടിതാവ് നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ മഹാകരുണയാ ദൈവം നമ്മളെ പല കാര്യത്തിനും ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നത്. നമ്മൾ പലപ്പോഴും പറയും ഏൽപ്പിച്ചായിരുന്നെങ്കിൽ, മറ്റൊരാളെ ഏൽപ്പിച്ചെങ്കിൽ അവനെ ദൈവത്തിന് വിശ്വാസമായതുകൊണ്ടാണ്. എന്നെ ഏൽപ്പിക്കാതിരുന്നത് ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, എന്നെ ദൈവത്തിന് അത്ര വിശ്വാസം വന്നിട്ടില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഇയ്യോബിനെയൊക്കെ ദൈവം സാത്താൻ്റെ കയ്യിലേക്ക് ചുമ്മാ ഇങ്ങനെ എടുത്തിങ്ങനെ കൊടുത്തുന്ന നിനക്കിഷ്ടമുള്ള ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുത്തത് എനിക്ക് മനസ്സിലായത് ഇയ്യോബിന് ദൈവത്തിന് വിശ്വാസമുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ദൈവത്തിന് ഇയ്യോബിന് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പകൽക്കാലം ഈ രാത്രി തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, നമ്മളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റണം. എന്നാലേ പല കാര്യങ്ങളും നമുക്ക് ദൈവം തരത്തുള്ളൂ. നമ്മുടെ വിഷയം വിട്ടിങ്ങനെ വേറെ വഴിക്കൊക്കെ സഞ്ചരിക്കും. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥിക്കാൻ പഠിക്കണം. സമയോചിതമായി, അവസരോചിതമായി, സന്ദർഭോചിതമായി, വ്യക്തിപരമായ ജീവിതത്തിലും പൊതുരംഗങ്ങളിലും പ്രാർത്ഥിക്കാൻ നമ്മൾ ശീലിച്ചിരിക്കണം, നമ്മളത് പഠിച്ചിരിക്കണം. അതിന് നമ്മൾ കർത്താവിനോട് തന്നെ പറയണം, കർത്താവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. എന്നെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്ന് തൻ്റെ ഇടം കാണിച്ചില്ലേ? അവർ ഈ പലപ്പോഴും കർത്താവിൻ്റെ ദാസന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പച്ചവെള്ളം വീഞ്ഞാക്കുന്ന അവർ കണ്ടതാ, രോഗിയെ സൗഖ്യമാക്കുന്നത്, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന യേശു ചെയ്യുന്നത് കണ്ടതാ, മരിച്ചവനെ ഉയർപ്പിക്കുന്ന യേശു കണ്ടതാ. പക്ഷേ അവിടെയൊന്നും കർത്താവിൻ്റെ അടുക്കൽ വന്നവർ ചോദിച്ചില്ല, കർത്താവേ ഈ പച്ചവെള്ളമൊക്കെ വീഞ്ഞാക്കിൻ്റെ ഗുട്ടൻസ് എന്ന് അതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ല. അപ്പോൾ നോക്കിയേ, അത് കാരണം കർത്താവിൻ്റെ കൂടെ 3.5 കൊല്ലം ഇവർ നടന്നപ്പോൾ ഇവർക്കൊരു കാര്യം പിടികിട്ടി. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പച്ചവെള്ളം വീഞ്ഞായതും, കർത്താവ് ആ കയ്യിലെടുത്ത അപ്പത്തെ നുറുക്കിയപ്പോൾ അത് വർദ്ധിച്ചതും, കർത്താവ് ചന്ദ്രരോഗിയായ ബാലനെ സൗഖ്യമാക്കിയതും എന്ന് വേണ്ട, ഇത് മുഴുവൻ ചെയ്തത് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്കൊരു കാര്യം ബോധ്യമായി, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പോരായ്മയാണ് ഞങ്ങൾ പല മണ്ഡലത്തിലും പരാജയപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവേ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതിൻ്റെ യഥാവിധമായ വസ്തുതകളെ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണം, ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. അതാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, പ്രാർത്ഥിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം പഠിക്കേണ്ടത്, മൂന്നാമത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന മലയാള ബൈബിൾ കൊടുത്തിരിക്കുന്ന വാക്ക് ദൈവത്തെ ഭയപ്പെടാൻ എന്നാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് അതുള്ളത്. ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കേണ്ടതിന്, ദൈവത്തെ ഭയപ്പെടാൻ എന്ത് ചെയ്യണം? പഠിക്കണം. അത് മോശ മുഖാന്തരം ദൈവം തമ്പുരാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വസ്തുതയാണ്. ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടാൻ പഠിക്കണം എന്നുള്ളത്. അപ്പം ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പേടി സ്വപ്നമായി മാറുക എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവം ഒരു ഭീകരജീവിയെപ്പോലെ, ക്രൂരനായിരിക്കുന്ന ഒരാളെപ്പോലെ എന്ന അർത്ഥത്തിലല്ല. ഭയപ്പെടുക എന്ന് പറയുന്ന വാക്കിന് ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞുള്ളൊരു കാര്യമാണ്, ഈ വേദപുസ്തകത്തിൻ്റെ ചില ഭാഷാ ശൈലി അത് വേദപുസ്തകത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ പഠിക്കണം. എന്നാലേ നമുക്കതിൻ്റെ അർത്ഥവും ആശയവും പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന പല വാക്കുകൾക്കും ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷാ വ്യാകരണ വിശദീകരണ ശാസ്ത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം വ്യത്യാസമുണ്ടാകും. പക്ഷേ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ ആശയം അത് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മളതിൻ്റെ അർത്ഥത്തെ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളാൻ തക്കവണ്ണം
കഴിയണം. അപ്പോൾ ഇവിടെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബഹുമാനിക്കുക, അനുസരിക്കുക, അംഗീകരിക്കുക, പിന്തുടരുക എന്നൊക്കെയാണ് ശരിക്കും ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, അവിടെ അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞൊരു ഭാഗമാണ്. 22-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ഉൽപ്പത്തി പുസ്തകം 22 എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോയി നിങ്ങൾ. അങ്ങനെ സംഭവം ഉണ്ടോന്ന്. ഉൽപ്പത്തി നമുക്ക് വളരെ പരിചയമായ ഭാഗമാണ് ഇതെല്ലാം. കാരണം അബ്രഹാമിനോട് ദൈവം പരീക്ഷിച്ചു. എന്തിനു വേണ്ടി? തൻ്റെ മകനെ കൊണ്ട് യാഗം കഴിക്കാൻ വേണ്ടി ദൈവം പറയുന്ന സംഭവത്തെക്കുറിച്ച്. അതാണ് അതിനകത്തെ വസ്തുത. അപ്പോൾ അവിടെ ദൈവം പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൊണ്ട് എന്ത് ചെയ്യണം? യാഗം കഴിക്കുക. അപ്പം അങ്ങനെ അബ്രഹാം എന്ത് ചെയ്തു? മകനെയും കൊണ്ട് യാഗം കഴിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പം അങ്ങനെ മോറിയ ദേശത്ത് ചെന്നു. ദൈവം കാണിച്ചു കൊടുത്ത മലയുടെ മുകളിൽ യാഗപീഠം പണിതു. പയ്യനെ എടുത്ത് അതിനകത്ത് എന്ത് ചെയ്തു? ഇസഹാക്കിനെ അതിനകത്ത് കെട്ടിക്കിടത്തി. കത്തിയെടുത്ത് ഓങ്ങുന്ന സമയത്താണ് ദൈവം ഇടയിൽ വീണത്. പറഞ്ഞു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. എന്നിട്ട് പറയുന്ന വാക്കിങ്ങനെയാണ്, നീ എൻ്റെ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നോക്കി, ദൈവത്തെ ഭയപ്പെടുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭയപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന ആശയം, നീ എന്നെ ബഹുമാനിക്കുന്നു, നീ മറ്റെല്ലാത്തിനേക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നു, മറ്റാരേക്കാളും അധികം നീ എന്നെ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. ഇപ്പം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ നരകം കാണിച്ച് ദൈവം ഭീഷണിപ്പെടുത്തി അതിൻ്റെ തീ കാണിച്ചും ചൂട് തട്ടിച്ചും നമ്മളെ തൻ്റെ വരുതിയിൽ വരുത്തുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. കാരണം വേദപുസ്തകത്തിനകത്ത് നരകത്തെക്കുറിച്ച് അധികമൊന്നും എന്ത് ചെയ്തിട്ടില്ല, വിശദീകരണങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒന്നും ഉണ്ട്. അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അധികം ദൈവത്തോടു കൂടെ വസിക്കുന്ന സന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നരകം മനുഷ്യന് വേണ്ടി പോലും സൃഷ്ടിച്ചതല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. മത്തായി സുവിശേഷത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് നരകമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, പിശാചിൻ്റെ വഴി കൂടിയും അവൻ്റെ ആജ്ഞ അനുസരിച്ചും അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ പുറകെ പോകുന്നവൻ അവൻ ചെല്ലുന്നിടത്ത് ചെല്ലുന്നു. അതിനിപ്പോൾ ദൈവം എന്ത് ചെയ്യാൻ പറ്റും? ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയതേ അല്ല. അങ്ങനെ ചെയ്യുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. കാരണം ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുന്ന ദൈവം സ്നേഹമാണെന്നാണ്. സ്നേഹമായിരിക്കുന്ന ദൈവം, സ്നേഹിക്കുന്നവനായ ദൈവം, ആ ദൈവത്തിന് മനുഷ്യനെ നരകത്തിൽ തള്ളിയിട്ട് സന്തോഷിക്കാൻ കഴിയത്തില്ല. പക്ഷേ പിശാചിനെ അതിനകത്തിടണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. പക്ഷേ അതിൻ്റെ പുറകെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ നിലയിൽ മനുഷ്യൻ അതിനകത്ത് പോയി വീഴുമെന്നുള്ളത് മനസ്സിലായി. അപ്പം ദൈവം എപ്പോഴും സ്നേഹം കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. സ്നേഹം കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? തൻ്റെ വരുതിയിലേക്ക് വരുത്തുന്നത്. അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ച് ഇത്ര ദൈവം, വിശുദ്ധ വേദപുസ്തകം ലോകത്തിലെ സകലമാന പുസ്തകങ്ങളിലും ദൈവത്തിൻ്റെ വചനം മാത്രമേ പറയുന്നുള്ളൂ ദൈവ സ്നേഹമാണെന്ന്. കാരണം സ്നേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും, സ്നേഹത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളും, സ്നേഹത്തിൻ്റെ എല്ലാ അന്തസത്തകളും, സ്നേഹത്തിൻ്റെ എല്ലാ മാധുര്യവും ഒരുപോലെ സംയോജിതമായി സമ്മേളിച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം, അത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എൻ്റെ ദൈവം സ്നേഹമാണ്, ഞാൻ ആരാധിക്കുന്ന ദൈവം സ്നേഹമാണ്. ആ ദൈവത്തിന് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാ നമ്മുടെ മുമ്പിൽ ഒരുക്കിയ കാൽവരി. നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരു പിതാവില്ല, ഇത്രമാത്രം നമ്മെ കരുതുന്ന മറ്റൊരു പിതാവില്ല. ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. നരകത്തിൽ പോകുമെന്ന് പേടിച്ചോ, അല്ലെങ്കിൽ ദൈവം പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻറ്റിൽ പെടുത്തുമെന്ന് പേടിച്ചോ ഒന്നും ആരും എന്ത് ചെയ്യരുത്, എൻ്റെ പുറകെ വരരുത്. ദൈവം പ്ലീസ്, ദൈവം കൈകൂപ്പിക്കൊണ്ട് പറയുക. ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് നിന്നുകൊണ്ട് വേദപുസ്തകം പഠിച്ചതുകൊണ്ട് പറയുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുക, ദയവ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് പേടിച്ച് ഒരു പേടി സ്വപ്നമായി എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ദയവ് ചെയ്ത് ആരും എൻ്റെ പുറകെ വരരുത്. ഞാൻ സ്നേഹമാണെന്നറിഞ്ഞ് എൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവർ എൻ്റെ അടുക്കലേക്ക് വാ. എൻ്റെ സ്നേഹം നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നു, എൻ്റെ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നു. ആ സ്നേഹം രുചിക്കുന്നവരെ, ആ സ്നേഹം അനുഭവിക്കുന്നവരെ, ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ വാ. സ്തോത്രം. ഈ ജാതീയമായ മേഖലകളിലാണ്
ഈ ഭയവും ഭീഷണിയൊക്കെ ഉള്ളത് ശരിക്കും. കാരണം അവർ കണ്ടാൽ തന്നെ എന്നിരിക്കും നമുക്ക് എന്ത് ചെയ്യും, പേടി വരും. 10 നാക്കും 8 തലയും 16 കയ്യും ഒക്കെ ആയിട്ട് സംഭവം. കാരണം മനുഷ്യനെ കണ്ടാൽ തന്നെ പേടി. പിള്ളേരെയൊക്കെ ചോറുണ്ണാതിരിക്കും, പിള്ളേരെയൊക്കെ പേടിപ്പിക്കാൻ കണ്ടോ ആ ഉമ്മാക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. പക്ഷെ നമ്മുടെ ദൈവം എത്രയോ സൗന്ദര്യവാനാ. ആ മുഖത്തേക്ക് നോക്കിയാൽ എത്രയോ ആനന്ദമാ ആ മുഖത്തുള്ളത്. അതെന്താ, സ്നേഹത്തിൻ്റെ വിളനിലമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവത്തിന് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ദൈവത്തെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ഉള്ളിൽ വരുന്നത് എങ്ങനെയാ. കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 23-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും. ഞങ്ങൾ വന്നെന്ത് ചെയ്യും, അവരെൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവരോടുകൂടി വാസം ചെയ്യും. അപ്പോൾ നോക്കി, നിങ്ങൾ എൻ്റെ വചനം പ്രമാണിക്കുന്നത് ഭയം കൊണ്ടാകരുത്. എൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കുന്നത് പേടിച്ചിട്ടാകരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കുകയോ ജോലി കിട്ടാതിരിക്കുകയോ ഉള്ള ജോലി നഷ്ടപ്പെടുകയോ വിസ പാസ്സാവാതിരിക്കുകയോ ഇതൊന്നും ഓർത്തല്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കുക. അത് തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിലും അതേ ഒരു ആശയം നമുക്ക് കാണാം. 5-ാം അധ്യായത്തിന് 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, എൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. അപ്പോൾ ഒരാൾക്ക് ദൈവത്തിൻ്റെ കൽപ്പന ഭാരമുള്ളതായിട്ട് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താ, സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മിക്കവാറും ഒക്കെ എല്ലാവരും കുടുംബജീവൻ നയിക്കുന്നവരല്ലേ. ഇപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഭാര്യയോട് പറയും എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ട് തരാൻ പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഇപ്പോൾ കുടുംബജീവിതത്തിനകത്ത് എഴുതപ്പെട്ട നിയമമൊന്നുമില്ല. 4 മണിക്ക് എഴുന്നേറ്റ് കട്ടൻ കാപ്പി ഇട്ട് തരണമെന്ന് പറഞ്ഞ് നിയമമൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിയുടെ ലോ എന്ന് പറയുന്നത് ലവ് ആണ്. അതാണ്, സ്നേഹമാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ പ്രമാണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യുക, നമുക്ക് പരസ്പര ഹൃദയം കൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ അതൊരു ഭാരമാകില്ല. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഒരു ഭാരമായി തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് സ്നേഹമില്ലെന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ സ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ വസ്തുതയെ വെളിപ്പെടുത്താൻ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമാണ്. സംഭവിച്ചതാണോ അതോ അദ്ദേഹം ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണോ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. എങ്കിലും സംഭവം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ഒരു 9-10 വയസ്സ് പ്രായമുള്ള ഒരു ബാലിക ഒരു 4-5 വയസ്സ് പ്രായമുള്ള ആ മകൻ്റെ ആ കുഞ്ഞിൻ്റെ അനിയനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക. ഇവരുടെ അമ്മയപ്പനും എന്തോ കാരണത്തിൽ മരണപ്പെട്ടു. ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി വഴിയിൽ കൂടി ഭിക്ഷ യാചിച്ചു പോകുമ്പോൾ സ്ഥിരം കാണുന്ന, അവിടെ ഒരു ചെറിയ മാടക്കട നടത്തുന്ന ഒരു വയോധികനായിരിക്കുന്ന മനുഷ്യൻ ചോദിച്ചു, മോളെ നീ എല്ലാ ദിവസവും രാവിലെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കും, നീ ഒരു കൊച്ചു കുഞ്ഞല്ലേ, നിനക്ക് 8-9 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ, 5-6 വയസ്സുള്ള ഈ മോൻ ഇതിന് നിനക്ക് എടുത്തുകൊണ്ട് നടക്കില്ല, നിനക്കിത് കനം തോന്നുന്നില്ലേ, ഭാരമല്ലേ, നീ നടത്തവനെ, അവൻ നടന്നോളൂല്ലോ നിൻ്റെ കൂടെ, നീ ആ കയ്യെ പിടിച്ചാൽ പോരെ. അപ്പോൾ ആ കൊച്ചു തിരിച്ചു പറഞ്ഞൊരു മറുപടി, ഇവൻ എൻ്റെ അനിയനാണ്, ഞാൻ ഇവനെ ആഴത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ട് ഇവൻ എനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നു എൻ്റെ പ്രിയരെ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന നമുക്കൊരു ഭാരമായി തീരില്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ അത് നമുക്കൊരു ഭാരമായി തോന്നുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞെന്നറിയാമോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിപ്പീനെന്നാണ്. അപ്പോൾ യോഹന്നാൻ ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണല്ലോ. യോഹന്നാൻ ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന ആളും യോഹന്നാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചത് ആ സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്കും അതേ മാതൃക ഞാൻ വെക്കുക. എന്തിന്? എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നമുക്കൊരു യൂണിറ്റി ആയിട്ട് നിൽക്കാം. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ നമ്മുടെ പ്രമാണമെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, മൂന്നാമത് നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തെ ബഹുമാനിക്കാൻ, ദൈവത്തെ ഭയപ്പെടാൻ, ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെ ഇരിപ്പ് നമുക്കെന്തുണ്ട്? അതിനൊരു ബഹുമാനമുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് യുവതലമുറയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബഹുമാനം നഷ്ടപ്പെട്ടു പോയി. അവർ വേണമെങ്കിൽ ആരാധനയ്ക്കകത്ത് ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ വാട്സാപ്പിനകത്ത് ചാറ്റ് ചെയ്യും, വേണമെങ്കിൽ വാട്സാപ്പ് തുറന്നു നോക്കും, വേണമെങ്കിൽ ഫേസ്ബുക്കിനകത്ത് വല്ല സംഭവം വന്നിട്ടുണ്ടോ നോക്കും, വേണമെങ്കിൽ ഫേസ്ബുക്കിനകത്ത് കമൻറ്റ് ചെയ്യും, അതിനകത്ത് ടാഗ് ചെയ്യും, വലിയ പരിപാടിയൊക്കെ ചെയ്യും. ഇരിക്കുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്.
2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വാക്ക് പറഞ്ഞിരിക്കുമ്പോൾ, സർവശക്തനായ സനാതനനായ സർവേശ്വരനായ സൃഷ്ടിതാവായ ദൈവം ഇറങ്ങി വന്ന് നിൽക്കുന്ന ആ സാന്നിധ്യത്തെ അപമാനിക്കുന്ന യാതൊരുവിധ നടപടികളോ പ്രവൃത്തികളോ ഇരിപ്പ് ദോഷങ്ങളോ ഒന്നും നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. ദൈവത്തെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് ബഹുമാനിക്കാൻ പഠിക്കണം. ഇത് ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്. എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ തലമുറയെ ഇത് പഠിപ്പിക്കണം. എന്ത്? ദൈവത്തെ ബഹുമാനിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആ തലമുറയെ പഠിപ്പിക്കണം. അത് പ്രിയമുള്ളവരെ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറണം. മക്കളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? കാരണം അങ്ങനെ ഒരു അപമാനകരമായ സ്ഥിതി, അല്ലെങ്കിൽ ദൈവത്തെ ഇറവറൻസോടെ ബഹുമാനക്കുറവോടെ കണ്ടപ്പോൾ, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ ദൈവം തമ്പുരാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ദൈവത്തെ ബഹുമാനിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ. എന്തിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത്? ഇവര് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിക്കാൻ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നത് മുഴുവൻ ഉള്ളതിനെ തിരിഞ്ഞതിനെയും കണ്ണുപൊട്ടിയതിനെയും പേട്ടുപിടിച്ചതിനെയൊക്കെ കൊണ്ടുവന്ന് യാഗം കഴിക്കുക. ദൈവം യാഗത്തിൻ്റെ പ്രമാണം ഏവ്യാ പുസ്തകത്തിനകത്ത് കൊടുക്കുമ്പോൾ, നിങ്ങൾ ഒരുവൻ ഹോമയാഗം കഴിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, നിർബന്ധമില്ല, നിങ്ങൾക്കത് നിർബന്ധമാണെങ്കിൽ, നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ഊനമില്ലാത്തതായിരിക്കണം, അത് 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, അത് ആണായിരിക്കണം എന്നൊക്കെ പ്രത്യേകം നിബന്ധന കൊടുത്തു. അത് കാലാന്തരങ്ങൾ പലത് തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇതിനെല്ലാം തകിടം മറിച്ചു. എന്നിട്ട് ദൈവം പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? നിങ്ങൾ ഈ കണ്ണ് പൊട്ടിയതിനെയും ഈ ഊനമുള്ളതിനെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ദേശാധിപതിക്ക് കാഴ്ച കൊടുക്കുക. അദ്ദേഹത്തിന് അത് പ്രസാദമാകുമോ? ആണെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ. അപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ അവിടെ പറയുന്നത്, എടാ, നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങൾ ഇത് ഭരണം നടത്താൻ വേണ്ടി ആക്കി വെക്കപ്പെട്ടിരിക്കുന്ന ദേശാധിപതികളുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ഊനമില്ലാത്തതും ശ്രേഷ്ഠമായതുമായാണ്. എടാ, അത്ര പോലും മാന്യത എനിക്കില്ലേ എന്നാ ദൈവം ചോദിക്കുന്നത്. അവിടെ കൊണ്ട് ദൈവം ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. ദൈവം പറഞ്ഞ വാതിലങ്ങ് അടച്ചു കളഞ്ഞേരെ, എനിക്ക് കാണണ്ട, ഇനി എനിക്കത് കാണണ്ട, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കരുത്, എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ് ദൈവം അടച്ചു കളഞ്ഞു യാഗപീഠത്തെയും അതിൻ്റെ വാതിലിനെയും. 400 കൊല്ലം അടഞ്ഞു കടന്നു ആ വാതിൽ. പിന്നെ ഒരു ദൈവശബ്ദം മനുഷ്യഗാഥകളിലേക്ക് മുഴങ്ങി വന്നത് യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. നാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതൊരു പക്ഷേ ഇതുപോലെ ഓൺലൈനിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഭവനത്തിലായിരിക്കാം, ഭവന അന്തരീക്ഷത്തിലായി, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇരിക്കുന്നതിൽ ഉത്തമ ബോധ്യത്തോടെ ദൈവത്തെ ബഹുമാനിക്കും. കാരണം നമ്മളൊരു ഒരു 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 ഹെഡ് മാസ്റ്ററുടെ റൂമിൽ ചെല്ലുക എന്നിരിക്കട്ടെ, നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഒരു അധ്യാപകൻ, ഞാൻ അങ്ങനെ ചെന്നിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ച് കഴിഞ്ഞ് 10-30 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, ഭയങ്കര പ്രായമെത്തിയ, 10-90-ലധികം വയസ്സായ, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അധ്യാപകൻ്റെ മുമ്പിൽ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഞാൻ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചിട്ട് തന്നെ 30 വർഷത്തിലധികമായി, ഞാനിപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ ഇരുന്ന ബെഞ്ച് വരെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൽ അല്പം ചെന്നപ്പോൾ വളരെ ബഹുമാനത്തോടെ, വളരെ ഭവ്യതയോടെയാണ് നിന്നത്. അത് മാത്രമല്ല, നമ്മളൊരു സബ് ഇൻസ്പെക്ടർ റൂമിൽ ചെല്ലുവാന്നിരിക്കട്ടെ, അവിടെ നമ്മളിരിക്കുമ്പോൾ നമുക്കൊരു SMS വന്നാൽ, നമുക്കൊരു മെസ്സേജ് വന്നാൽ അവിടെ വെച്ച് നമ്മൾ തുറന്നു നോക്കുമോ? നോക്കില്ല. ചിലപ്പോൾ അദ്ദേഹം ഒന്നും പറയത്തു പോലുമില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തോട് റെസ്പെക്റ്റ് നിമിത്തം ചെയ്യത്തില്ല. അപ്പോൾ നോക്കിയേ, ഭൂമിയിൽ ഇങ്ങനെയുള്ള ചില ഡിഗ്നിറ്റികളുടെ മുമ്പിൽ ഇത്ര മാന്യമായി പെരുമാറാൻ നമുക്കറിയാമെങ്കിൽ, നാളെ നമ്മൾ ശ്വാസം വലിക്കണമോ എന്ന് തീരുമാനിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഇരിക്കുമ്പോൾ അതിൻ്റെ റെവറൻസ്, അതിൻ്റെ ബഹുമാനം നമുക്കുണ്ടാകണം. അത് ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ ദൈവം ഇസ്രായേൽ ജനത്തോട് ആ കാര്യം നിങ്ങൾ ജനത്തോട് പഠിപ്പിക്കാൻ പറഞ്ഞത്? ദൈവത്തെ ബഹുമാനിക്കാൻ, ദൈവത്തെ ഭയപ്പെടാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പം മൂന്നാമത് നമ്മൾ പഠിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുന്നത്, ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കുക. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അടുത്തത് 143-ാം സങ്കീർത്തനം. മുമ്പ് ഞാൻ പരാമർശിച്ചല്ലോ ആ വാക്ക്. 143-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണത്. ഞാൻ പറഞ്ഞല്ലോ,
43-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദിൻ്റെ ലൈഫ് ലോങ് 7 പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അതിനകത്ത് ഒരു പ്രാർത്ഥനയും കൂടി ഞാനിപ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിതാണ്, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ ഇഷ്ടം എന്ന വിഷയം സംബന്ധിച്ച് പഠിക്കുമ്പോൾ തന്നെ 3-4 ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു, ആരോടും ചോദിക്കാറില്ല, ആരുടെയും വിശേഷം അന്വേഷിക്കാറില്ല, അവരവർക്ക് തോന്നുന്ന കാര്യം അവരോട് ചെയ്യുന്നു, അവരവരുടെ ഇഷ്ടം ചെയ്യുന്നു. രണ്ടാമത്, മറ്റുള്ളവരുടെ ഇഷ്ടം ചെയ്യാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരുണ്ട്. വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ തന്നെ എന്ത് ചെയ്യാം? വിട്ടുകൊടുക്കാം. ഇതിന് രണ്ടിനും ഒരൊറ്റ വ്യക്തിയെ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, അബ്രഹാമാണ്. അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദേശത്ത് ഭയങ്കരമായ ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം നേരെ ആരോടും ചോദിച്ചില്ല, നേരെ ഇറങ്ങി മിസ്രൈമിലേക്ക് ഒരു ഒറ്റ പോക്കാ, ഭാര്യയും പിടിച്ചോണ്ട്, ദാസിദാസന്മാരും ഉണ്ടായിരുന്ന സംഭവമൊക്കെ പിടിച്ചോണ്ട് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് സംഭവിച്ച കാര്യം നമുക്കറിയാമല്ലോ. ഭാര്യ അവിടെ ചെന്നപ്പോൾ സുന്ദരി ആയതുകൊണ്ട് പുള്ളി പേടിച്ചോണ്ട് പറഞ്ഞു, ഇതെൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. എന്തായാലും മിസ്രൈമരെല്ലാം കൂടി കണ്ണുവെച്ചു. അവസാനം അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഫറവോൻ്റെ കൊട്ടാരത്തിൽ സാറായി ചെല്ലേണ്ടി വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നും എനിക്കറിയത്തില്ല, പക്ഷെ ചെല്ലേണ്ടി വന്നു എഴുതി. എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ദൈവം കയറി ഇടപെട്ടു. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടിട്ട് ഫറവോനോട് പറഞ്ഞു, അവള് അവൻ്റെ ഭാര്യ, അവൻ പെങ്ങളാന്ന് പറഞ്ഞെങ്കിൽ അവൻ്റെ ഭാര്യ. പിന്നെ അവിടെ വെച്ച് ഫറവോൻ വന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? പെങ്ങളാന്ന് പറഞ്ഞതിനാ ഭാര്യ എന്ന് പറയുമ്പോൾ അബ്രഹാം തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടു, എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ഇത് ചെയ്തു. അപ്പോൾ അബ്രഹാമിനോട് ന്യായമായിട്ട് ചോദിക്കുക, അബ്രഹാമേ, ആരാ മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞത്? ദൈവം പറഞ്ഞോ? ഇല്ല. പിന്നെ ആരാ പറഞ്ഞത്? എനിക്കങ്ങനെ തോന്നി, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയി. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയും വരികയും നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് അബ്രഹാം ഒരു ഉദാഹരണമാണ്. രണ്ടാമത്, അബ്രഹാം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ള ഒരു വസ്തുതയ്ക്ക് ഒരു തെളിവ് കൂടി നമുക്ക് അതിൽ നിന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തന്നെ എടുക്കാം. നോക്കൂ, അബ്രഹാം ഇങ്ങനെ ഫറവോൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ ഈ മിസ്രൈമിൽ പോയിട്ട് തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഫറവോൻ സമ്മാനമായിട്ട് കുറേ കൊടുത്തു, ദാസിദാസന്മാരും ആടുമാടും ഒക്കെ കൊടുത്ത കാര്യം ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ കൊടുത്തൊരു ദാസി ആയിരിക്കാം ഒരു പക്ഷേ ഈ ഹാഗാർ എന്ന് പറയുന്ന കക്ഷി. കാരണം മിസ്രൈമെ ദാസി എന്നാണല്ലോ ഹാഗാറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ചിലപ്പം അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കാം. എന്തായാലും സാറായി ഒരു ദിവസം പറഞ്ഞു, അച്ഛാ, ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യം ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കാലം ഇത്രയും കഴിഞ്ഞില്ല, 14 വർഷം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്നാ നോക്കിയിരിക്കാനാ? എൻ്റെ ശരീരത്തായിട്ട് നോക്കി, അച്ഛൻ്റെ ശരീരത്തിൽ നോക്കിക്കേ. ഇപ്പം നമ്മൾ നോക്കിയിരിക്കുന്നതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അച്ഛനൊരു കാര്യം ചെയ്യുക, ഈ ദാസി നമ്മുടെ ഇടയിലുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അച്ഛൻ അങ്ങോട്ട് ചെന്നാട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം ഇത് കേൾക്കാൻ കാത്തിരുന്ന പോലെയാ ചാടി ഓടി ചെന്നു. ആരുടെ ഇഷ്ടത്തിനാ പോയത്? ദൈവത്തോട് ചോദിച്ചോ? ഇല്ല. അബ്രഹാമിൻ്റെ ഇഷ്ടമാണോ? അല്ല. പിന്നെ ആരുടെ ഇഷ്ടമാണ്? സാറായിയുടെ ഇഷ്ടത്തിന് വേണ്ടി അബ്രഹാം തന്നെ വിട്ടുകൊടുത്തു. നോക്കണേ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനോ നമ്മുടെ താല്പര്യങ്ങളെ നശിപ്പിക്കാനോ ഒക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? തയ്യാറാകാം. അങ്ങനെയുള്ള ആൾക്കാരും ലോകത്ത് കാണാം. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരാണ് സാത്താൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവർ. സാത്താൻ്റെ ഇഷ്ടം, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദാവീദ്. ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ജനത്തെ എണ്ണുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. ദാവീദിനെ തോന്നിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ആരാ തോന്നിപ്പിച്ച്? സാത്താൻ. അപ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എല്ലാ തോന്നലും ഒന്നും ദൈവികമാകണമെന്നില്ല കേട്ടോ. ഈ തോന്നലുകളെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒരു ദൃഢ തീരുമാനം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണം എടുത്ത് സ്റ്റെപ്പ് വെക്കാൻ. എന്തെങ്കിലുമൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്ത് പിന്നെ അവസാന അപകടത്തിൽ ആകരുത്. അവിടെ എന്തായാലും പ്രശ്നം വലിയ വിഷയമായി. 170,000 പേരെന്ത് ചെയ്തു? ഇസ്രായേൽ ജനം മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. അവിടെ തൻ്റെ ബാല്യക്കാരൊക്കെ കാര്യങ്ങളെക്കുറിച്ച് വിലക്കുന്നുണ്ട്. എന്താണ് ദൈവത്തോട് കോപിഷ്ഠനാകാൻ കാരണം? ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ജനം അത് ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രഭുവാക്കി ദൈവം ദാവീദിനെ നിയമിച്ചതാണ്.
അത് തൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടോ തൻ്റെ മഹിമ കൊണ്ടോ തൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ കിട്ടിയതല്ല. ഇവിടെ എന്തെങ്കിലും മാന്യത കിട്ടുന്നെങ്കിൽ ദാവീദേ, അത് ഞാൻ നിന്നോട് കാണിച്ച കരുണയുടെ ബഹുത്വപ്രകാരം കിട്ടുന്നതാ, അല്ലാതെ നിന്റെ ജനത്തിൻ്റെ വലിപ്പമൊന്നുമല്ല. ഇതെൻ്റെ സമ്പാദ്യമാ, ഇതെൻ്റെ ജനമാണ്, ഇതിനെ എണ്ണണമോ ഇതിൻ്റെ സംഖ്യാബലം നോക്കണമോ, ഇതൊക്കെ എൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയും, അപ്പം നീ എണ്ണിയാൽ മതി. നോക്കണേ, ദാവീദിൻ്റെ ഉള്ളിലൊരു, എനിക്ക് തോന്നുന്നൊരു ഭാഗം, അവിടെ അതിനുള്ള സൂചനയൊന്നും ലഭിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കോപം അവിടെ ജ്വലിച്ചു എന്ന് കാണുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ ജനം ദാവീദിൻ്റെ ഒരു പ്രൗഢിയായി, ദാവീദിൻ്റെ ഒരു പ്രൗഡായി ഒരു പക്ഷേ തൻ്റെ മനസ്സിൽ തോന്നിക്കാണും. അമ്പട ഞാനേ, എൻ്റെ കീഴിലുള്ള ജനം ചുമ്മാ കക്ഷികളാണോ? ഇസ്രായേൽ എന്ന ജനമല്ലേ, ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തല്ലേ, ദൈവത്തിൻ്റെ ജനവിഭാഗമല്ലേ എന്ന് തനിക്കൊരു പക്ഷേ മനസ്സിൽ തോന്നിക്കാണും. ദൈവം അവിടെ കയറി കഠിനമായിട്ട് ഇടപെട്ടു. ദൈവം ദാവീദിനോട് ശക്തമായ ഭാഷയിൽ സമീപിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, എല്ലാ തോന്നലുകളും ഒരുപക്ഷെ ദൈവികമാകണമെന്നില്ല. എല്ലാ തോന്നലുകളും ഒരുപക്ഷെ ദൈവത്തിൽ നിന്നുള്ളതാകണമെന്നില്ല. നമ്മുടെ ബുദ്ധിയിൽ തോന്നലുകൾ വരാം. സാത്താൻ പല കാര്യങ്ങൾ നമ്മൾ തോന്നിപ്പിക്കാം. ദാവീദിനെ തോന്നിപ്പിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പം തോന്നലുകളുടെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തോട് വ്യക്തമായ ആലോചന പ്രാപിക്കണം. ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടണമോ? ഇസ്രായേൽ ജനം യോശുവയുടെ മരണശേഷം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞങ്ങളിൽ ആരാകുന്നു ഇനി യുദ്ധത്തിന് ആദ്യം പുറപ്പെടേണ്ടത്? അപ്പം ദൈവം പറഞ്ഞെന്നറിയാമോ? യഹൂദ പുറപ്പെടട്ടെ. അപ്പം മൂത്തവരവിടെ നിൽക്കുന്നുണ്ട്, മൂത്ത ഗോത്രങ്ങളുണ്ട്, രൂബേനുണ്ട്, ശിമേനുണ്ട്, ലേവിയുണ്ട്, അതൊക്കെ ഉണ്ട്. സ്തോത്രം. മൂത്തവൻ പോട്ടെ എന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം കണ്ടുവെച്ച ചിലരുണ്ട്, ദൈവം പ്രതീക്ഷിച്ച ചിലരുണ്ട്, ദൈവം തെരഞ്ഞെടുത്ത ചിലരുണ്ട്, ദൈവം മാർക്ക് ചെയ്ത ചിലരുണ്ട്. അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ. രൂപേനെ നീ മൂത്തവനായിരിക്കാം, ലേവി നീ മൂത്തവൻ, ഇതൊക്കെ സംഭവം ശരിയാ. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ഉള്ളിൽ ഒരു നിയോഗം പറയാ, ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം രംഗത്ത് കൊണ്ടുവരും. ദൈവത്തെ സ്തുതിച്ചവനും ദൈവത്തെ ആരാധിച്ചവനും ദൈവത്തെ മഹത്വപ്പെടുത്തിയവനെ ദൈവം രംഗത്ത് കൊണ്ടുവരും. അതിന് ദൈവാലോചന ചോദിക്കണം, അല്ലാണ്ട് സീനിയോറിറ്റി ഉള്ളവൻ പോട്ടെ എന്നല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരാത്മിക ദൂത് കൂടി പറയാം. ബൈബിൾ ക്ലാസ് ആണെങ്കിലും പ്രിയമുള്ളവരെ, രഹസ്യമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചതും നീ സമയം ചെലവഴിച്ചതും നീ ഉപവസിച്ചതും ഒക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്, മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ചില രംഗങ്ങളിൽ കൊണ്ട് അവതരിപ്പിക്കും, ചില പദ്ധതികൾ കൊണ്ട് സ്ഥാപിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതിക്കുന്നവനെന്ന. സ്തുതിക്കുന്നവൻ ഒരിക്കലും പുറകിൽ പോകാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ദൈവത്തെ അളവില്ലാതെ സ്തുതിച്ചവൻ, ദൈവത്തെ കണക്കറ്റ് സ്തുതിച്ചവൻ. ഇന്ന് രാത്രി ഒരു ആത്മനിയോഗം ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്പസമയ കർത്താവിനെ സ്തുതിച്ചേ. സ്തുതിക്ക് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, പരിശുദ്ധനായ ദൈവം, ഈ അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് അവസരം കിട്ടിയപ്പോൾ ഒരുപറ്റം ജനം ലോകത്തിലെ ദൈവങ്ങളെ സേവിച്ച് മനുഷ്യന്റെ കൈവേദകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അതിന്റെ പുറകെ നടക്കുമ്പോൾ സാക്ഷാൽ സനാതനനായ, സാക്ഷാൽ സത്യവാനായ, സാക്ഷാൽ ദൈവമായവനെ നമുക്ക് ആരാധനായി ലഭിച്ചപ്പോ ഇന്ന് രാത്രികാലം ആ ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർ തയ്യാറാകും? സ്തുതിക്കുന്ന ലാഭത്തോടെയല്ല, സ്തുതിക്കുന്ന ദൈവം യോഗ്യനായതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും കടക്കാരനല്ല. ഞാൻ ദാവീദിന്റെ ജീവിതം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ഒരു രഹസ്യ ജീവിതം ഉണ്ടായിരുന്നു. അതധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അധികമൊന്നും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ചില സങ്കീർത്തനങ്ങളിൽ നിന്ന് ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ദാവീദ് ഒരർത്ഥത്തിൽ പറഞ്ഞ തൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു എന്നൊക്കെ താൻ പറയുന്നുണ്ട്. പുകയത്ത് വെച്ച തുരുത്തി പോലെ ആകുന്നൊക്കെ താൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ജീവിത കാലഘട്ടം ദാവീദിനുണ്ടായിരുന്നു. പുകഞ്ഞുപോയൊരു തുരുത്തി പോലെ, ഉടഞ്ഞുപോയൊരു പാത്രം പോലെ ഇരുന്ന ഒരു ജീവിത സാഹചര്യം ദാവീദിനുണ്ടായിരുന്നു. കാട്ടിൽ അപ്പൻ്റെ ആടുകളെ മേച്ച്, കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ച്,
കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് ആരാലും അറിയപ്പെടാതിരുന്നൊരു കാലഘട്ടം. ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ കണ്ടത്, അവിടെയും ദാവീദ് തൻ്റെ കയ്യിലുള്ള കിന്നരം എടുത്തു വെച്ച് ആടുകളെ മേയ്ക്കുന്നതോടൊപ്പം തന്നെ തനിക്ക് അല്പമായ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ ചില്ലയുടെ കീഴിൽ വന്ന് തണലിൽ വന്നിരുന്ന് മരത്തെ ചാരിയിരുന്ന് കിന്നരത്തിൽ രാഗിക്കൊണ്ട് ഈണം മീട്ടിക്കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു ശീലം തനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിത ശൈലി താൻ പിന്തുടർന്നപ്പോൾ ദൈവം തമ്പുരാൻ രഹസ്യത്തിൽ ഒരു വിശുദ്ധ ജീവിതം ദൈവത്തെ മാനിച്ചുകൊണ്ട് നയിച്ചവന് ഒരു ദിവസം ഏലാ താഴ്വരയിൽ വെച്ച് ദൈവം പരസ്യമായി മാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ നിയോഗവും തെരഞ്ഞെടുപ്പും ഉള്ളവനെ ദൈവ രംഗത്തുകൊണ്ട് വന്ന് അവതരിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, രഹസ്യമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ജീവിതത്തിനും വില കൊടുത്ത് ജീവിച്ച നിന്നെ ദൈവം പരസ്യത്തിൽ കൊണ്ടുവന്ന് മാനിച്ച് 10 പേരുടെ മുമ്പിൽ നിന്നെ അവതരിപ്പിക്കുക, 10 പേരുടെ മുമ്പിൽ നിന്നെ മാനിക്കുക. വിശ്വസ്തനായൊരു ദൈവമാ നാം സേവിക്കുന്ന ദൈവം. എന്നെ മാനിക്കുന്നവർ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ, ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. രഹസ്യത്തിൽ വിശുദ്ധ ജീവിതം നയിച്ചവരെ പരസ്യത്തിൽ മാനിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തതയെ മാനിക്കുന്നവർ, ദൈവത്തിന്റെ വിശ്വസ്തതയെ അംഗീകരിക്കുന്നവർ, ദൈവത്തിന്റെ വിശ്വസ്തതയെ ഉൾക്കൊള്ളുന്നവർ എത്ര പേരുണ്ട്? അവർ രഹസ്യത്തിൽ വിശുദ്ധ ജീവിതം നയിച്ചവർ, രഹസ്യങ്ങളെ കാണുന്ന ദൈവം, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്നോട് ആത്മാവിൽ ഇടപെട്ടുകൊണ്ട് പറയുകയാ, ഒരുപാട് നാളായില്ലേ നീ വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കുന്നു, ആരും അറിയാതെ ആരും കാണാതെ രഹസ്യത്തിൽ ദൈവത്തെ ഭക്തിയോടെ സേവിച്ച നിനക്ക് വേണ്ടി ദൈവം ചില പരസ്യ വേദികളെ ഒരുക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിനും മഹത്വം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, വാസ്തവത്തിൽ ഈ ഏലാ താഴ്വര എന്ന് പറയുന്നൊരു താഴ്വരയുണ്ട്. താഴ്വരകൾ എന്ന് പറയുന്ന വിഷയം തന്നെ പഠിക്കാൻ പറ്റുന്ന ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടൊരു വിഷയമാണ്. 12 താഴ്വരകളെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അവസരം പോലെ നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പഠിക്കാം അതൊക്കെ. പക്ഷേ ഏലാ താഴ്വരയിലെ ഒരു മഹത്വകരമായിരിക്കുന്ന പദ്ധതി എനിക്ക് മനസ്സിലായ ദൈവങ്ങളോട് പറയാം. വാസ്തവത്തിൽ അത് ദൈവം ഒരുക്കിയ ഒരു രംഗവേദിയാണ്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുകയെ, ആയുധമുള്ള കുന്തവും പരിചയും യുദ്ധ തൽപരരും യുദ്ധ വില്ലാളികളുമായിരിക്കുന്ന ശൗലിൻ്റെ പടജനം 40 ദിവസം വെല്ലുവിളി നേരിടുകയാണ്. ബാടാ ഇങ്ങോട്ട് അല്ല, 2 സ്റ്റെപ്പ് പുറകോട്ട് പോകും, പിന്നെ മുന്നോട്ട് ചെല്ലും എന്ന് പറഞ്ഞ് 40 ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഇങ്ങനെയുള്ള വെല്ലുവിളിയുടെ നടുവിൽ ഇത് കേട്ടോണ്ടാണ് ദാവീദ് ഇറങ്ങി വരുന്നത്. നോക്കണേ, ദാവീദിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം പരസ്യത്തിൽ കൊണ്ടുവന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം പ്ലാൻ ചെയ്ത ഒരു പരസ്യവേദിയാണ് വാസ്തവത്തിൽ ഏലാ താഴ്വര. ദാവീദിൻ്റെ കയ്യിൽ കുന്തമില്ല, ദാവീദിൻ്റെ കയ്യിൽ പരിചയമില്ല. പിന്നെ അബദ്ധത്തിൽ ഒരു പടച്ചട്ടയിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശീലിക്കാത്തത് കൊണ്ട്, ആട്ടിടയനായതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് നടക്കാനും എനിക്ക് പറ്റിയില്ല. എൻ്റെ പൊന്ന് ദാവീദേ, നിന്റെ പടച്ചട്ടി ഒന്ന് നീ കടം മേടിച്ചിടണ്ട, നിന്റെ തനതായ ശൈലി മതി എൻ്റെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് പറയാ, തനതായ നിന്റെ ശൈലി മതി, നീ കടം മേടിച്ചൊരു പടച്ചട്ട ഇട്ടുകൊണ്ട് പടക്കളത്തിൽ ഇറങ്ങണ്ട. നിന്റെ കയ്യിലുള്ള 4-5 കല്ല് മതി എന്റെ ദൈവത്തിന് നിന്നെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുക, ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുക, ദൈവത്തിന്റെ വിജയം നേടിത്തരാ. നിന്റെ കയ്യിലുള്ള ആയുധം കൊണ്ടോ നീ ധരിക്കുന്ന കടം വാങ്ങിയ പടച്ചട്ട കൊണ്ടോ അല്ല, എന്റെ ദൈവത്തിന്റെ ശക്തിയാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നിന്ന് താൻ തോട്ടിന്ന് ഒരു 4-5 കല്ല് പിറക്കി പൊക്കണത്തിനിട്ട് വരികയാ. അങ്ങനെ വന്ന് ദീർഘ 40 ദിവസം ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിച്ച അഗ്രചർമ്മിയായിരിക്കുന്ന ആ അതികായകനായിരിക്കുന്ന 9 അടിയോളം പൊക്കമുള്ള ഈ ശക്തനായിരിക്കുന്ന മനുഷ്യനെ ഒറ്റ ഏറിന് താഴെ വീഴിച്ചത് ദാവീദിൻ്റെ കായിക ബലം കൊണ്ടല്ല, കല്ല് എറിഞ്ഞപ്പോഴുണ്ടായ ആയം കൊണ്ടല്ല, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിലുള്ളത് അതെന്താണോ അതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് കാരണമായിട്ട് തീരും. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാ, നിന്റെ കയ്യിലുള്ളത് തുച്ഛമായിരിക്കാ, നിന്റെ കയ്യിലുള്ളത് അല്പമായിരിക്കാ, അതൊരു കൊച്ചു സാധ്യതയായിരിക്കാ. ഇന്ന് രാത്രി ആ കൊച്ചു സാധ്യതയെ ഒരു വലിയ സംരംഭം
സംരംഭമാക്കി മാറ്റാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആ കൊച്ചു സംരംഭത്തെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറ, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇത് നീ വർദ്ധിപ്പിച്ചു തരണം. സ്തോത്രം. അതിനെ ദൈവം വർദ്ധിപ്പിച്ചാൽ, ഒരു പിടി മാവിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ദീർഘവർഷങ്ങൾ ക്ഷാമകാലമായ പട്ടണത്തിനകത്ത് ആ സ്ത്രീക്കും കുടുംബത്തിനും അത് അറുതിയായി മാറിയെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാധ്യതകളൊന്നുമല്ല ദൈവത്തിന് വിഷയം. നമുക്ക് ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കാമോ? ഈ രാത്രി ഒരു സമർപ്പണം നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ അതൊരു ദൈവ പദ്ധതിക്ക്, അതൊരു ദൈവത്തിൻ്റെ മഹത്വകരമായ വേലയ്ക്ക് അത് കാരണമായി തീരും. ചിലപ്പം നമുക്ക് വലിയ എക്സ്പീരിയൻസോ നമുക്ക് വലിയ ക്വാളിഫിക്കേഷനോ സർട്ടിഫിക്കറ്റോ ഒന്നും ചിലപ്പോൾ വലുത് കാണത്തില്ല. നമ്മുടെ കൂടെയുള്ളവരോ മറ്റു പലരും ഒക്കെ ആയിട്ട് ഇന്ന് രാത്രി കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാൾ ഒത്തിരി പുറകിലായിരിക്കാം നിന്റെ സ്റ്റാറ്റസ്. പക്ഷെ ഇന്ന് രാത്രി ഒരു ആത്മനിയോഗം എന്നിൽ വെളിപ്പെടുന്നതുകൊണ്ട് ദൈവജനത്തിന് ദൂതി ഞാൻ കൈമാറുകയാ. നിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ വലിപ്പം ഒന്നുമല്ല, നിന്റെ കയ്യിലുള്ള എക്സ്പീരിയൻസിന്റെ മഹത്വം ഒന്നുമല്ല. നിന്നെ ദൈവം കയ്യിലെടുത്താ, നിന്നെ ദൈവം കയ്യിലെടുത്താ, നിന്നെ തമ്പുരാൻ കയ്യിലെടുത്താ അതൊരു സംഭവമാക്കി മാറ്റാൻ, അതൊരു സംഭവമാക്കി മാറ്റാൻ കഴിവുള്ളവനായ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിങ്കലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നോക്കണേ, ദൈവ ഇഷ്ടം ചെയ്യാൻ എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ ആദ്യം ദൈവ ഇഷ്ടം അറിയണം. ദൈവ ഇഷ്ടം അറിയുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുണ്ട്. നോക്കിയേ, ഇപ്പം ദാവീദ് എണ്ണി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ദാവീദ് അത് എണ്ണി എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുന്നു. അത് ദൈവത്തിന് അത്ര പിടിച്ചില്ല, ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, ദൈവം കോപിച്ചു. എന്നാൽ ഇതേ സംഭവം തന്നെ നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, നെഹമ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജനത്തെ, പ്രഭുക്കന്മാരെത്ര, മറ്റുള്ളവരെത്ര, ജനം ഓരോരുത്തരോരുത്തർ തരം തിരിച്ച് എണ്ണുവാൻ ദൈവം നെഹമ്യാവിൻ്റെ ഹൃദയത്തിനകത്ത് ഉള്ളിൽ തോന്നിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവം തോന്നിപ്പിക്കും, ദൈവം അങ്ങനെ ചെയ്യും. പക്ഷേ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് എന്ത് ചെയ്യണം? അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം പഠിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് അതുള്ളത്, രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന്, എല്ലാവരെക്കുറിച്ചും പൊതുവായുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, എല്ലാവരെക്കുറിച്ചും പൊതുവായുള്ള ഇഷ്ടം. അതായത് ഒന്ന് രണ്ട് കാര്യം പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം പിടികിട്ടും. ഉദാഹരണം, ഒരു വാക്യമുണ്ട്, തിമോത്തിയോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുത്തു എന്നാണ്. അപ്പോൾ സകല മനുഷ്യരും, അത് കുറേ ആൾക്കാരെ കുറിച്ചല്ല, കുറച്ച് പേരെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ചല്ല, സകല മനുഷ്യരും. അപ്പോൾ ഇഷ്ടപ്പെടുക, ആ ഇഷ്ടത്തെ, അല്ലെങ്കിൽ സകല മനുഷ്യൻ രക്ഷിക്കപ്പെടണം, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം, അത് എല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. മറ്റൊരു വാക്ക് തെസ്സലോനിക്ക ലേഖനത്തിലുണ്ട്, 4-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ശുദ്ധീകരണം എന്ന് പറയുന്നത് കുറച്ച് പേർക്കുള്ള പരിപാടിയല്ല, അത് എല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ നോക്കണേ, ശുദ്ധീകരിക്കപ്പെടുക, എല്ലാവരും രക്ഷിക്കപ്പെടുക, രക്ഷിക്കപ്പെട്ട എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ദൈവം എല്ലാവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റൊരു വാക്ക് തെസ്സലോനിക്ക ലേഖനം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്ന് പറയുന്നു. അപ്പോൾ ഇതല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? 14-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് ആ സംഭവം നമുക്ക് പിടികിട്ടുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവിൻ, ബലഹീനർക്ക് സഹായം ചെയ്യുവീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും എല്ലായ്പ്പോഴും സമാധാനം ആചരിപ്പീൻ, എപ്പോഴും പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ നോക്കേ, എല്ലാവരും പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും സന്തോഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എപ്പോഴും നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാവരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കണം, ക്രമം കെട്ടവരെ എല്ലാവരും ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ എല്ലാവരും താങ്ങണം. അപ്പോൾ ഇത് എല്ലാവരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്.
എന്നാൽ കൊരിന്ത് ലേഖനം 7-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് മറ്റൊരു ഇഷ്ടത്തെക്കുറിച്ച് പറയും. അത് വ്യക്തിപരമായ ഇഷ്ടമാണ്. ഓരോരുത്തൻ വിളിച്ചിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ തുടരട്ടെ. ദാസനായി വിളിക്കപ്പെട്ടവൻ യജമാനനാകാൻ അല്ലെങ്കിൽ സ്വതന്ത്രനാകാൻ അവകാശം ഉണ്ടെങ്കിലും ദാസനായി തന്നെ നിൽക്കട്ടെ. അപ്പം നോക്കേ, അത് വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പം രക്ഷിക്കപ്പെടണമെന്നുള്ളത് എല്ലാവരെയും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക, എല്ലാവരും വിശുദ്ധ ജീവിതം നയിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 6-ാം അധ്യായത്തിന് 40-ാം വാക്യത്തിൽ അവരിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുക. എല്ലാവരും, ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞ 5:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അതൊക്കെ എല്ലാവരെക്കുറിച്ചുള്ള കാര്യമാണ്. പക്ഷേ വിളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ വിളിയാണ്. അപ്പം എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന ദാസനായിട്ടാണെങ്കിൽ അതേ സ്ഥിതി തന്നെ തുടരണം. കാരണം ചിലപ്പോൾ സ്വതന്ത്രനാകാനുള്ള അവസരമോ സാധ്യത എൻ്റെ മുമ്പിലുണ്ടെങ്കിലും എൻ്റെ വിളി കിടക്കുന്നത് ദാസനായിട്ടാണ്. അപ്പോൾ അത് വ്യക്തിപരമായി നമ്മൾ ദൈവസന്നിധിയിൽ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പൗലോസിനെയും ശീലാസിനെ കുറിച്ചും ബർനബാസിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യോക്യ സഭയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറയുന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. പൗലോസിനെയും ശീലാസിനെയും എന്ത് ചെയ്യണം? ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? വേർതിരിപ്പീൻ. വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി. അപ്പോൾ അവിടുത്തെ വിളിച്ചിരിക്കുന്ന വേല എന്താണ്? വിളിച്ചിരിക്കുന്നത് എന്താണ് തിരിച്ചറിയണം. അത് പൗലോസിന് പെട്ടെന്ന് കാര്യങ്ങളെക്കുറിച്ച് ബോധം വന്നു. നമുക്കറിയാം പൗലോസ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ സാധാരണ പറയുന്നൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൗലോസിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പേര് ഷൗൽ എന്നാണ്. ഷൗൽ എന്നാണ്. തർസോസുകാരനായിരിക്കുന്ന ഷൗൽ. തർസോസ് എന്ന് പറയുന്നത് ഒരു റോമൻ കോളനിയാണ്. അവിടെയാണ് പൗലോസ് വാസ്തവത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു നല്ല യഹൂദ, കലർപ്പില്ലാത്ത യഹൂദ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇത്. അപ്പോൾ ഒരു യഹൂദ നാമമാണ് വാസ്തവത്തിൽ ഷൗൽ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഷൗല് എന്നുള്ള പദമാണ്, അല്ലെങ്കിൽ പ്രയോഗം, സംബോധന രീതിയാണ് കാണുന്നത്. എന്നാൽ 13-ാമത്തെ അധ്യായം മുതൽ പിന്നെ ഒരിടത്തും ഷൗൽ എന്ന സംബോധന അതില്ല. പിന്നെ പൗലോസ് എന്ന പദമാണ് നമ്മൾ കാണുന്നത്. പൗലോസ് എന്ന പേര് ഒരു ജാതീയമായിരിക്കുന്ന നാമമാണ്, ഒരു ജാതീയ പേരാണ്, ഒരു ജാതീയ നാമമാണ്. ഷൗൽ എന്നുള്ളത് യഹൂദനാമം. അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊക്കെ രണ്ട് പേരുണ്ടായിരുന്നു. കാരണം യഹൂദ ദേശം അല്ലെങ്കിൽ യഹൂദ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ദേവാലയത്തിനകത്തു വെച്ച് അവർ പ്രത്യേകമായി അവരിടുന്ന ഒരു പേര്, അതൊരു യഹൂദ നാമമായിരിക്കും. അതൊരു യഹൂദ പാരമ്പര്യപ്രകാരമുള്ള നാമമായിരിക്കും. നമുക്കറിയാമല്ലോ, ഷൗൽ എന്ന് പറയുന്നത് കടിച്ചു കീറുന്ന ചെന്നായി എന്നറിയപ്പെടുന്ന അപ്പൻ അനുഗ്രഹം കൊടുത്ത ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരു നാമമാണ്. നമ്മുടെ 1-ാമത്തെ രാജാവ് ഷൗലാണ്. അദ്ദേഹവും ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ ആ ഒരു പേരാണ് ഇദ്ദേഹവും പിന്തുടർന്ന് പോകുന്നത്. അതൊരു അഭിമാനമാണ് അദ്ദേഹത്തിന്. ഏതൊരു യഹൂദൻ്റെ മുമ്പിലും, ഏതൊരു റോമാക്കാരൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ, അല്ലെങ്കിൽ യഹൂദ മതവിശ്വാസിയുടെ മുമ്പിൽ അഭിമാനത്തോടെ ഷൗൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അഭിമാനമാണ്. അപ്പോൾ തന്നെ പൗലോസ് എന്ന് പറയുന്നത് ഒരു ജാതീയ നാമമാണ്. നിങ്ങൾ സാധാരണയൊക്കെ പറയാറുണ്ട്, ഷൗലിനെ പൗലോസാക്കി മാറ്റിയ ദൈവമെന്ന്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൈയടിക്കാൻ കൊള്ളാം, പക്ഷേ വാസ്തവത്തിൽ സത്യം എന്താ നിങ്ങൾ തിരിച്ചറിയണം. ഇന്നെങ്കിലും എൻ്റെ വസ്തുത അറിയണം. കാരണം 13-ാം അധ്യായത്തിൽ വെച്ചാണ് പൗലോസിനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. എന്താ പൗലോസിനെ വിളിച്ചിരിക്കുന്ന വേല? നോക്കണേ, ന്യായപ്രമാണ സംബന്ധമായി അന്നത്തെ സഞ്ചരിക്കുന്ന സർവകലാശാല എന്നറിയപ്പെടുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് തലനാരിഴ കീറി ന്യായപ്രമാണം പഠിച്ച, കലർപ്പില്ലാത്ത, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനും ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനുമായ ഈ മനുഷ്യനെ ദൈവം തമ്പുരാൻ എന്തിനാ വിളിച്ചതെന്നറിയാമോ? എട്ടും പൊട്ടും തിരിയാത്ത ജാതികളുടെ ഇടയിലേക്ക്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് പ്രത്യേക കാര്യം പൗലോസ് താൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? കേഫാവിനെ പരിച്ഛേദനക്കാരുടെ ഇടയിലും എന്നെ അഗ്രചർമ്മക്കാരുടെ ഇടയിലും. അഗ്രചർമ്മക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ജാതികളായവരെ കളിയാക്കി വിളിച്ചുകൊണ്ടുന്നൊരു പേരാണ്.
അഗ്രത്തിൽ ചർമ്മമുള്ളവർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ചർമ്മം അങ്ങനെ പരിഹസിച്ച് വിളിക്കുന്നൊരു പേരാണ്. പരിച്ഛേദനക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അഭിമാനത്തോടെ അവർ പറയും, ഞങ്ങൾ പരിച്ഛേദനക്കാരാണ് എന്ന് പറയുന്നു. അപ്പോൾ നോക്കി, പൗലോസ് അവിടെ വെളിപ്പെടുത്തുക എന്ത്? പത്രോസിനെ, ശരിക്കും പറഞ്ഞാൽ പത്രോസിനെ കുറിച്ച് അത്ര വലിയ വിദ്യാഭ്യാസപരമായ അറിവൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും പത്രോസ് ഒരു മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. അന്നത്തെ ചരിത്രവും കാര്യമൊക്കെ പഠിക്കുമ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഉള്ള ജോലികൾ ചെയ്യുന്നവരൊന്നും അധികം വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകാറില്ല. ന്യായപ്രമാണമൊക്കെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചില അറിവുകൾ മാത്രമല്ലാതെ വലിയ വിദ്യാഭ്യാസ അറിവൊന്നുമില്ല. അപ്പം നിങ്ങൾ ചിന്തിച്ചേ, യാതൊരു വിധമായിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച അടിസ്ഥാനപരമായി വലിയ അറിവോ സംഭവങ്ങളോ ഒന്നും അല്ലാത്ത പത്രോസിനെ ന്യായപ്രമാണത്തെ തലനാരിഴ കീറി ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് ദൈവം തമ്പുരാൻ വിട്ടു. എന്നാൽ ന്യായപ്രമാണം സംബന്ധിച്ച് ഏതൊരുവനും വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനും തർക്കിക്കാനും തർക്കിച്ച് കാര്യങ്ങളെ സ്ഥാപിക്കാനും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ച പൗലോസിനെ എന്നാ പറയുന്നതെന്ന് പോലും തിരിച്ചറിയാത്ത ജാതികളുടെ ഇടയിലേക്ക് വിട്ടു. അപ്പം നോക്കിയേ, ജാതികളുടെ ഇടയിൽ ഈ ജാതികളും യഹൂദന്മാരും തമ്മിൽ അത്ര വലിയ സുഖകരമായ ബന്ധമല്ല. കാരണം യഹൂദന്മാർ ജാതികളെ ശരിക്കും നരകത്തിൻ്റെ വിറകെന്ന നിലയിലാണ് കണ്ടിരുന്നത്. ജാതികളെ ആ ഒരു പരിഗണന കൊടുത്താണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ നോക്കിയേ, ജാതികളുടെ ഇടയിലേക്ക് ശൗൽ എന്ന യഹൂദനാമം കൊണ്ട് ഇറങ്ങിച്ചെന്നാൽ ജാതികൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ജാതീയ പേരോടുകൂടി, എൻ്റെ പേരെന്താ, ഞാൻ പൗലോസാണ് എന്ന് പറയും. അവർക്ക് സന്തോഷം, ഒരു ജാതിയിലാണല്ലേ. അവിടെ വെച്ച് പൗലോസ് വ്യക്തമാക്കുന്നൊന്നുമില്ല. പക്ഷേ താൻ അവിടെ മുതൽ മുഴുവൻ പിന്നീട് സ്വീകരിക്കുന്നത് ഞാനൊരു ജാതീയ പേരായ പൗലോസ് എന്ന പേര് താൻ അറിയപ്പെടുന്നത്. എന്താ കാരണം? അവിടെ വെച്ച് തന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. നോക്കണേ, ഒരു പ്രാവശ്യം പോലും, കാരണം പരിശുദ്ധാത്മാവ് പറയുന്നത് ഇത് സംഭവിക്കുന്നത് ചരിത്രത്തിലെ വസ്തുതകൾ കൂടി ചേർത്ത് പഠിക്കുമ്പോൾ ഏകദേശം പൗലോസ് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നിട്ട് 14 വർഷങ്ങൾക്ക് ശേഷമാണ് അന്ത്യോക്യയിലെ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദൈവനിയോഗം ഏറ്റെടുക്കുന്നത്. അതുവരെയും പൗലോസ് ശുശ്രൂഷ ചെയ്തു. എന്താ ചെയ്തതെന്ന് അത്ര വലിയ തെളിവൊന്നും ബൈബിളിൽ ലഭിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം, പൗലോസ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു ശുശ്രൂഷപരമായി. അപ്പോൾ അവിടെ വെച്ച് പൗലോസിനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി, എന്തിനാ പൗലോസിനെ വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? രാജാക്കന്മാരുടെ ഇടയിലും പ്രഭുക്കന്മാരുടെ ഇടയിലും ജാതികളുടെ ഇടയിലും അവരെ എൻ്റെ നാമം വഹിക്കേണ്ടതിന് പൗലോസിനെ തെരഞ്ഞെടുത്തു. എനിക്ക് അല്പമായിരിക്കും നീരസം ആ തെരഞ്ഞെടുപ്പിനകത്ത് തോന്നി. എന്താ ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, എന്തെങ്കിലും ന്യായപ്രമാണം സംബന്ധിച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളെ വേണ്ടേ യഹൂദന്മാരുടെ ഇടയിലേക്ക് വിടേണ്ടത്? അല്ലാത്തവരെ ജാതികളെ വിട്ടാൽ പോരെ? അപ്പം ദൈവം നമ്പരൻ എന്നെ പഠിപ്പിച്ചൊരു വസ്തുത പറയാം. മക്കളെ, നിങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിച്ച അറിവ് കൊണ്ടൊന്നും നീ പോയി യഹൂദൻ്റെ അടുത്ത് കളിക്കണ്ട. നീ എന്താണ് അവിടെ ചെന്ന് പറയേണ്ടതെന്നുള്ളത് ഞാൻ ആ സമയത്ത് വെളിപ്പെടുത്തി തരാം. അത് നീ പറഞ്ഞാൽ മതി. എൻ്റെ സാക്ഷ്യം കൊണ്ട്, എൻ്റെ വീരപ്രവർത്തി കൊണ്ട്, എൻ്റെ അത്ഭുത പ്രവർത്തി കൊണ്ട് ഞാൻ എനിക്ക് വേണ്ട ജനത്തെ സ്വാധീനിച്ചോളാം. നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നീ ഒരു പണിയും ചെയ്യണ്ട. നിങ്ങൾ ചിന്തിച്ചേ, പൗലോസോ പത്രോസോ ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പൗലോസ് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് ജാതീയ ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന് എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: പൗലോസിൻ്റെ കയ്യാൽ ദൈവം തമ്പുരാൻ, കർത്താവായ ദൈവം അസാധാരണമായി വീരപ്രവർത്തികൾ ചെയ്തു. പത്രോസിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, യാക്കോബിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല, മറ്റ് അപ്പോസ്തലന്മാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ നോക്കിക്കേ, അവന്റെ ബുദ്ധി കൊണ്ടല്ല, അവന്റെ കഴിവ് കൊണ്ടല്ല, അവനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയാ സ്വർഗം മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് അസാധാരണമായി വീരപ്രവർത്തി ചെയ്തു. ഇനി പത്രോസിനെ കുറിച്ച്, പത്രോസ് ചെല്ലുന്നത് ശക്തമായിരിക്കുന്ന യഹൂദ പാരമ്പര്യമുള്ള ജനത്തിന്റെ നടുവില. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വീരപ്രവൃത്തി നടന്നേ പറ്റൂ. നോക്കണേ, എന്താ സംഭവിച്ചത്? പത്രോസ് നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും തട്ടി രോഗികൾ സൗഖ്യമാകേണ്ടതിന് വഴിയരികിൽ കൊണ്ടുപോയി പത്രോസിന്റെ നിഴല് തട്ടാൻ വേണ്ടി രോഗികളെ കൊണ്ട് കിടത്തുമായിരുന്നു. ഞാനൊരല്പം കടത്തി പറഞ്ഞോട്ടെ, യേശുവിന്റെ പോലും നിഴല് തട്ടിയ രോഗി സൗഖ്യമായെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ഞാൻ യേശുവിനെ താഴ്ത്തി കെട്ടുകയല്ല, യേശുവിന്റെ ശക്തിയെ വിലവറച്ച് കാണുകയല്ല. ദൈവം ഒരുവനെ ഒരു സ്ഥലത്താക്കിയ അവനെ എങ്ങനെ ഉപയോഗിക്കണം, അവനെ ഏതു വിധത്തിൽ ഉപയോഗിക്കണം, അവനെ ഏതു തലത്തിൽ അവന്റെ ശുശ്രൂഷ പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിനറിയാം. നമ്മൾ നിന്നുകൊടുത്താൽ മതി, നമ്മൾ വിധേയപ്പെട്ടാൽ മതി. ഉപയോഗിക്കുന്നവൻ ദൈവമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുള്ള വിളി വ്യത്യാസമുണ്ട്.
അതിനകത്ത് പെറുപെറുക്കരുത്. പത്രോസ് ഒരിടത്ത് പോലും പറഞ്ഞില്ല. പത്രോസ് എബ്രായ ലേഖനത്തിൽ പറയുന്ന വാക്കൊക്കെ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന വാക്കൊക്കെ കേട്ട് ഞാൻ തുള്ളിച്ചാടിയ മനുഷ്യനെ മനസ്സ് കണ്ട് ഞാൻ ദൈവത്തെ നിറകണ്ണോടെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുക, ന്യായപ്രമാണം സംബന്ധിച്ച് ഇന്നത്തെ കാലക്കണക്ക് പറഞ്ഞ ഒരു 3-4 ഡോക്ടറേറ്റ് ന്യായപ്രമാണ സംബന്ധമായി കൊടുക്കാൻ വിദ്യാഭ്യാസവും അതിന് തക്ക നിലവാരവും പുലർത്തിയ മനുഷ്യനെ ഏതും എന്തുമെന്നറിയാത്ത ജാതികളുടെ ഇടയിലേക്ക് ദൈവം തെരഞ്ഞെടുത്ത് വിടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ വേർതിരിച്ച് സനാതനമായ സുവിശേഷത്തിന് വേണ്ടി എന്നെ മാറ്റി നിർത്തിയ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുമെന്നാ പറഞ്ഞത്. തെല്ലും പിറുപിറുപ്പില്ലാതെ, തന്നെ വിളിച്ച വിളിയെ കുറിച്ച് തെല്ലും പരിഭവമില്ലാതെ, എൻ്റെ ദൈവം എന്നെ എവിടെയാക്കിയാലും അവിടെ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നുള്ള ഉറപ്പോടെ ആ മനുഷ്യൻ മുന്നോട്ട് വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ദാസനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. 5 താലന്ത് കിട്ടിയവൻ 5 വ്യാപാരം ചെയ്യണം. 2 കിട്ടിയവൻ 2 വ്യാപാരം ചെയ്താൽ മതി. 1 കിട്ടിയവൻ 1 വ്യാപാരം ചെയ്താൽ മതി. 5 കിട്ടിയവൻ 5ന്റെ കണക്ക് കൊടുക്കണം. 2 കിട്ടിയവൻ 2ന്റെ കണക്ക് കൊടുക്കണം. 1 കിട്ടിയവൻ 1ന്റെ കൊടുത്താൽ മതി. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതിന്റെ നിന്റെ വിളിയുടെ കണക്ക് നീ കൊടുത്താൽ മതി. നീ മറ്റുള്ളവരിലേക്ക് ഇന്റർഫിയർ ചെയ്യരുത്. അവൻ 5 കൊടുത്തല്ലോ, ഇവന് 4 കൊടുത്തല്ലോ, അവൻ കൺവെൻഷന് പ്രസംഗിക്കുന്നല്ലോ, അവന്റെ പേരെല്ലായിടത്തും ഉണ്ടല്ലോ, ഇതൊന്നും നീ അറിയണ്ട. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി പ്രാർത്ഥിക്കാനാണെങ്കിൽ, സുവിശേഷം പറയാനാണെങ്കിൽ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ, സഭയ്ക്കകത്ത് പായിടാനാണെങ്കിൽ അത് ഒരു വിളിയാന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആ തിരിച്ചറിവാണ് ദൈവസന്നിധിയിൽ നമ്മെ ബലമുള്ളവരും വിലയുള്ളവരുമാക്കി മാറ്റുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വേഷം കെട്ട് നടത്തിയാൽ, വേണമെങ്കിൽ ഒരു കൺവെൻഷൻ വേദിയിൽ നിൽക്കുന്നവനായി മാറാം, പക്ഷെ ശോഭിക്കില്ല. ഓരോരുത്തരും വിളിക്കകത്ത് കിടക്കുന്നത് അതാണ് അവരെ ശോഭിക്കുന്നത്, അതാണ് അവരെ വിലയുള്ളതാക്കുന്നത്. കാരണം ഈ മേശയിൽ വിളമ്പുന്നത് പോലും ശുശ്രൂഷ, എൻ്റെ പ്രിയരെ, അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത് എന്താ? അവിടെ പറയുന്നത് അവിടെ വലിയ പ്രശ്നമുണ്ടായി. സഭയ്ക്കകത്തൊരു ഭിന്നതയുടെ വക്കിലേക്ക് വരികയാണ്. യവനായരായവർ അവരെ അവഗണിച്ചു, എബ്രായ സ്ത്രീകളോട് പ്രത്യേക പരിഗണന കാണിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഭിന്നതയുടെ വക്കിലേക്ക് സഭ പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ അപ്പോസ്തലന്മാർ തീരുമാനമെടുത്തു, നിങ്ങളുടെ ഇടയിൽ തന്നെ ജ്ഞാനവും പരിജ്ഞാനവും പരിശുദ്ധാത്മാവും നിറവും കൃപയും ഒക്കെ ഉള്ളവർ 7 പേരെ തിരഞ്ഞെടുക്കുക. സ്തെഫാനോസിനെയും ഫിലിപ്പോസിനെയൊക്കെ ആ ഗണത്തിൽ തിരഞ്ഞെടുത്ത നിക്കോലാവോസ് എന്നൊക്കെ പറയുന്ന 6-7 പേരെ അവിടെ തിരഞ്ഞെടുത്ത് അവരെ എന്തിനാക്കിയതെന്നറിയാമോ? അവരെ മേശമേൽ ശുശ്രൂഷിക്കാനും. മേശമേൽ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം വിളമ്പുക എന്ന് തന്നെയാണ് ശരിക്കും അതിനകത്ത് അർത്ഥം. അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലുള്ള ശുശ്രൂഷ, അതും ഒരു ശുശ്രൂഷയാ. വിളിക്കപ്പെട്ടവൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ തുടരട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം. എന്നെ എന്തിനാണ് ദൈവം വിളിച്ചത്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തെടുക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു. എന്തിനു വേണ്ടിയാ? ഇവിടെ ഉന്നതന്മാരുണ്ടായിട്ടും വിദ്യാഭ്യാസമുള്ളവരുണ്ടായിട്ടും എന്നേക്കാൾ കഴിവും പ്രാപ്തിയുള്ളവരുണ്ടായിട്ടും പലതുകൊണ്ടും പ്രശംസിപ്പാൻ വകയുള്ളവരുണ്ടായിട്ടും അവരെയൊക്കെ മാറ്റി നിർത്തി അവരുടെ ഇടയിൽ നിന്ന് ഇതൊന്നുമില്ലാത്ത എന്നെ തെരഞ്ഞെടുത്ത് ദൈവം പുറത്തു കൊണ്ടുവന്നത് എന്തിനാണ്? ദൈവമേ, അങ്ങയുടെ നിയോഗം എന്താണ് എൻ്റെ മേൽ കിടക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതിനകത്ത് എത്ര പേർ തയ്യാറാകും? അവർ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആത്മാർത്ഥമായി ചോദിക്കുക, എൻ്റെ വിളിയെ എനിക്ക് തിരിച്ചറിയണം, എൻ്റെ വിളിയെ എനിക്ക് തിരിച്ചറിയണം, എൻ്റെ മേലുള്ള ദൈവഭക്തി തിരിച്ചറിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കുകയല്ല, എന്തെങ്കിലും ബുദ്ധിക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ചെയ്തെടുക്കുകയല്ല. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി എന്തെന്ന് ഈ രാത്രി തിരിച്ചറിയണം.